എന്നോട് നീ തീരെ പ്രതീക്ഷ കാണില്ലല്ലേ? നീ എന്താ ഒന്ന് വിളിച്ചു പോലും പറയാതെ? വിളിച്ചിട്ടാണ് വരുന്നെങ്കിൽ നിന്നെ കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ നിനക്ക് എന്നെ കാണണമെന്നില്ല അല്ലേ? ഞാൻ വിളിച്ച ഫോൺ എടുക്കാൻ വരെ പ്രയാസം. ഡെയ്സി, ജോലിയുടെ തിരക്കിൽപ്പെട്ട സന്ദർഭത്തിൽ മാത്രമേ ഞാൻ നിന്റെ ഫോൺ എടുക്കാതിരുന്നിട്ടുള്ളൂ. അത് അപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാ. ജോലി? അതോ ജോലി തന്ന മാഡം കൂടെ ഉള്ളതുണ്ടോ? ഡെയ്സി, പിന്നെ ഞാൻ എന്ത് പറയണ ശിവ? എന്റെ കഴുത്തിൽ നീ ആ ക്ഷേത്ര നടയിൽ വെച്ച് താലി കെട്ടുമ്പോ പറഞ്ഞ വാക്കുകള് ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. എന്നും എപ്പോഴും നീ എന്റെ കൂടെ ഉണ്ടാവുന്നു. എന്നിട്ട് എവിടെയാ നീ എന്റെ കൂടെ ഉള്ളത്? നിന്നെ ഒന്ന് കാണാൻ, നിന്നെ തേടി നടക്കേണ്ട അവസ്ഥ വന്നില്ല എനിക്ക്. ഡെയ്സി, ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എന്റെ പെങ്ങളെ നിനക്കറിയാലോ, ചന്ദ്ര. അവളുടെ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ ഓടിപ്പാഞ്ഞ് നടക്കുക. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും നീ 2ാം സ്ഥാനമല്ലേ തന്നിട്ടുള്ളൂ? ഇപ്പൊ നിനക്ക് നിന്റെ പെങ്ങളുടെ കല്യാണം നടത്തണം. അതിനു മുൻപ് ഭാര്യയാക്കി താലി ചാർത്തിയ ഞാൻ വെറും നോക്കുകുത്തി അല്ലേ? എനിക്ക് മനസ്സിലായടാ. നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. മറ്റുള്ളവർ പറഞ്ഞിട്ടൊന്നും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ എനിക്കിപ്പോ മനസ്സിലായി, നിന്റെ മനസ്സിൽ ഞാനില്ല. അല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് നീ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്നത് ആ ജില്ലാ കളക്ടറെയാ. അവളുടെ രക്ഷകനായിട്ടല്ലേ നീ നടക്കുന്നേ? ജീവിതത്തിലും അതിനി ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നിന്റെ ഈ പോക്കിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന അത് തന്നെയാ. ഡെയ്സി, നീ കൊച്ചുകുട്ടികൾ ശാഠ്യം പിടിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാതിരിക്കോ? കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ നോക്ക്. ആ വീടുമായിട്ടും ആ വീട്ടിലെ ആളുകളുമായിട്ടും പെട്ടെന്ന് വിട്ടുപോരാൻ പറ്റാത്തൊരു ബന്ധം എനിക്കുണ്ട്. അത് ഒരിക്കലും ഒരു മോശപ്പെട്ട രീതിയിലൊന്നും അല്ല. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്ക്. ഇനി എനിക്കൊന്ന് കേൾക്കണ്ട ശിവ. നിനക്ക് എന്റെ കാര്യത്തില് ഉടനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഡെയ്സി, നിന്നോട് എനിക്ക് ഇഷ്ടക്കുറവോ ദേഷ്യമോ വെറുപ്പോ അങ്ങനൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒന്നിച്ചുള്ളൊരു ജീവിതത്തിന് നീ എനിക്കൊരല്പ സമയം തരണം. ആ മറുപടി ശാലിനിയിൽ നിന്ന് കിട്ടണമെന്നാ ഞാൻ ചോദിക്കുന്നത്. ഇനി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എനിക്കൊരിടത്ത് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. നീ ഇറങ്ങിയാലേ എനിക്ക് പോകാൻ പറ്റൂ. ഇതിലും ഭേദം നീ എന്നെ കഴുത്തിന് പിടിച്ച് വെളി തള്ളുന്നായിരുന്നു നല്ലത് ശിവ. നീ അത് ചെയ്തില്ലെങ്കിലും ഞാൻ നിന്റെ വാക്കുകളിൽ നിന്ന് അത് അനുഭവിച്ചറിയുന്നുണ്ട്.